നീ അറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ എന്ന ചോദ്യത്തിന് അകമ്പടിയായി നമ്മൾ സാധാരണ എന്താണ് പറയുക? നമ്മെ കേൾക്കുന്നയാളിൽ ഒരല്പം അതിശയം ജനിപ്പിക്കുന്നതോ കൗതുകമുണർത്തുന്നതോ ആയ ഒരു വാർത്തയാകും ചിലപ്പോൾ നമുക്ക് പറയാനുണ്ടാവുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമായിരിക്കാം. എന്തായാലും ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഒരാൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു വാർത്ത നമ്മെ അറിയിക്കുകയാണെന്നിരിക്കട്ടെ. നീ അറിഞ്ഞോ, രാജു രാധയ്ക്കൊപ്പം ഒളിച്ചോടി. നീ അറിഞ്ഞോ, രാജു രാധയ്ക്കൊപ്പം ഒളിച്ചോടി. ഈ വാക്യം നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നീ അറിഞ്ഞോ എന്നതിന് യു നോ വാട്ട് എന്നോ യു നോ സംതിങ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, യു നോ വാട്ട്, രാജു ഇലോപ്ഡ് വിത്ത് രാധ. നീ അറിഞ്ഞോ, രാജു രാധയ്ക്കൊപ്പം ഒളിച്ചോടി. ആശയം വ്യക്തമാണെന്ന് കരുതുന്നു.